MJ അങ്കിൾ, നമ്മുടെ ഗോവയിൽ ഒരാൾ എത്തുകയാണ്. ധാർമ്മികൻ. യെസ്, അതെ. നമ്മുടെ ദക്ഷ് കുട്ടൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ധാർമിക് ഓൺ സ്റ്റേജ്. ഹായ് സർ. ഹായ് മാം. ഹായ് സർ. ഹായ്. ഈ 4 പേർക്ക് ഹായ് വെച്ച് കഴിയാൻ ഞാൻ വെയിറ്റ് ചെയ്യും. വരുമ്പോഴവൻ എല്ലാവർക്കും ഹായ് പറയും. ഹലോ. യെസ് സർ. മക്കളെ. യെസ് സർ. എന്ത് പറയുന്നു? നല്ല വിശേഷം സർ. പിന്നെ കഴിഞ്ഞതിന്റെ മുന്നത്തെ പാട്ട് ആളെ മയക്കണ കുപ്പി, ആ പാട്ട് ടെലികാസ്റ്റ് ആയതിനു ശേഷം എല്ലാവരും എനിക്കൊരു സ്ഥാനപ്പേര് തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ എല്ലാവരും എന്നെ കുടിയാന്നാ വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കുപ്പിന്നാ വിളിക്കുന്നത്. ഇന്നത്തോടെ അത് മാറ്റണം. ഈ പെർഫോമൻസോട് കൂടി നമുക്കത് മാറ്റണം കേട്ടോ. ഇത് പാടാൻ പോണ പാട്ട് എനിക്കറിയാം. ധനം സിനിമയിലെ പാട്ടാണ്. യെസ് സർ. അല്ലേ? നമ്മുടെ ലാലേട്ടനും മുരളിച്ചേട്ടനും ചേർന്ന് അഭിനയിച്ച ഒരു മൂവിയാണ് അല്ലേ? അപ്പൊ പാടാൻ പോകുന്ന പാട്ടിലും അവരെ ചേർന്ന് അഭിനയിച്ച ഒരു പാട്ടാണ് അല്ലേ? ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീ PK ഗോപിയാണ്. ശരിയല്ലേ? സംഗീതം നൽകിയിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്ററാണ്. വളരെ ശരിയല്ലേ? ഈ സിനിമ റിലീസ് ചെയ്തത് 1991 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എതിർ പറയാനുണ്ടോ? ഇല്ല, ഒരു എതിരഭിപ്രായം. ഓക്കെ, 1991 ഈ സിനിമ റിലീസ് ചെയ്തത്. ഇത് പലപ്പോഴും ഗാനമേളകളിൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. പല ഗായകരും ഇതില് പല സ്റ്റൈലിൽ വരുന്നുണ്ട്. വെസ്റ്റേൺ സ്റ്റൈല്, സെമി ക്ലാസിക്കൽ, അങ്ങനെ എല്ലാം വരുന്നുണ്ട് ഈ പാട്ടിൽ. ശരിയല്ലേ? ഞാൻ പറയുന്നതിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പാടിക്കോ. ഓൾ ദ ബെസ്റ്റ്. വാതിൽ തുറന്നു. All the best. All the best. Thank you sir. Thank you ma'am.
വെരി ഗുഡ്. താങ്ക് യു സർ താങ്ക് യു മാം. ഇത് ഫുള്ളായിട്ട് ഷൺമുഖപ്രിയ അല്ല കേട്ടോ. ഇടയ്ക്ക് ഷൺമുഖപ്രിയ വേറെ രാഗങ്ങളിലെ ഛായകൾ അതെ, ഉണ്ട്. ആ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഒരു കോൺട്രാസ്റ്റ്. ഇതൊന്ന് ടോട്ടലി വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ ഗോപിക വസന്തം തേടി വനമാലി ഗോപിക വസന്തം തേടി വനമാലി. ഇവിടെ ആനക്കെടുപ്പതും പൊന്നുണ്ട് എന്ന്. അതാണ് രവീന്ദ്ര മാസ്റ്ററുടെ മാസ്റ്ററി. അപ്പൊ അദ്ദേഹത്തിന്റെ റൗണ്ട് അല്ലേ? അപ്പൊ യു ആർ ഇൻഡീഡ് വെരി ലക്കി കേട്ടോ. അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ പഠിച്ച് പാടാൻ പറ്റുന്ന ഒരു പാഠപുസ്തകം പോലെ കാണാൻ സാധിക്കുന്നത്. യു ആർ വെരി ലക്കി കേട്ടോ. താങ്ക് യു സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഒരുപാട് രസകരങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു പാട്ടില്. അതെ അതെ അതെ, ആക്ഷൻസ്. അതാണ് കേട്ടോ, ഇൻസിഡൻസ്, മ്യൂസിക്കൽ Incidents, yes. ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അനുപേ, ആ മാളിക മാളിക വാതിൽ തുറന്നതിന് മുമ്പേ ഉള്ള ബീജി അല്ലേ, അത് ദക്ഷകൂട്ടനൊന്ന് വായിച്ചു കൊടുക്കോ. ഒരു ഇൻസ്ട്രുമെന്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. അവിടെ സാക്സോഫോൺ, 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 Instrument ഏതാ? ഗിറ്റാർ ഗിറ്റാർ സാക്സോഫോൺ. ഗിറ്റാർ സാക്സോഫോൺ ഗിറ്റാർ സാക്സോഫോൺ ആ യെസ്, സാക്സോഫോൺ. ഇങ്ങനെ ഇങ്ങനെ. ഇവിടെ പിന്നെ സെറ്റായി. ഇൻസ്ട്രുമെന്റ് ഏതാ? ഏത് ലാസ്റ്റ് വന്നതാ? മൂന്ന് ഓപ്ഷൻ തരട്ടെ. ആ. 3 ഓപ്ഷൻ തരട്ടെ. മൃദംഗം ആണോ? അല്ല ചെണ്ട. ചെണ്ട. ചെണ്ട അല്ല ആണോ? അല്ല ഗിറ്റാർ അയ്യോ കൺഫ്യൂഷൻ ആയിട്ടോ അവന്. ആണോ? ഗിറ്റാർ ആണോ? സർ എപ്പത്തെ ആ സ്റ്റാർട്ടിങ് അവിടെ അതെ അതെ അതന്നെ സാക്സോഫോൺ എന്ന് പറഞ്ഞില്ലേ? അതാ ചോദിക്കുന്നത്. ഓപ്ഷൻസിലെ ഗിറ്റാർ ഉണ്ടാവും. അല്ല, എനിക്കൊരു സംശയമുണ്ട്. ട്രംപറ്റ് ആണോ? ഈ ഇൻസ്ട്രുമെന്റ് സാക്സോഫോൺ ആണോ ട്രംപറ്റ് ആണോ? ഇത് ട്രംപറ്റ് അല്ല എന്തായാലും. എന്നാ സാക്സോഫോൺ ആയിരിക്കും. അനുപേ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. സാക്സോഫോൺ. സാക്സോഫോൺ. സാക്സഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ആ പാട്ടില്. അതൊരു നല്ലൊരു മൂഡ് കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അതെ, അതെ, അതിനകത്ത് അതെ. ഓർക്കസ്ട്രേഷനിൽ വളരെ രസമാണ്. എനിക്ക് തോന്നി ആ സ്ഥലത്ത് പാടുമ്പോഴേ കുറച്ചുകൂടെ വെബ്രാറ്റോ വേണമെന്ന് തോന്നി. മാളിക വാതിൽ തുറന്ന്, അത് വേണം. ആ വെബ്രാറ്റോ വരുമ്പോഴാണ് അതിന് സുഖം. അതെ. അല്ലെ, അതിനൊരു വേറൊരു മൂഡ് വരും. ആ പിന്നെ ആ നിരികരി നിരികരി അതെന്താ അവിടെ? മമപ്പ ഇല്ലേ, അത് പാടിയേ. നിരിഗരി നിരിഗരി നിരി നിദപ മമപ ശ്രുതി, ശ്രുതി, പായ്ക്ക് ശ്രുതി തരണം. മമപ മാമപ. മമപ ആ അതിനു മുമ്പുള്ള പായലും. മമപ മമപ മമപ. അതിനു മുമ്പുള്ള പായും കൂടി നിധപ്പ എന്ന് പാടിയില്ലേ അത്? നിരിഗരി നിരിഗരി നിരി നിദപ നിരിഗരി നിരിഗരി നിരി നിദപ മമപ മമപ. മമപ. ഓക്കെ, അത് അപ്പൊ ഇത് അടുത്ത ഘട്ടമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടന്ന് ചിന്തിച്ച് വേണം ഓരോ പാട്ട് സെലക്ട് ചെയ്യാനും Okay, അത് sir. കൊണ്ടുവരാനും പാടാനും അവതരിപ്പിക്കാനും ഒക്കെ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? Yes, sir. നന്നായിരുന്നു. ആ ആക്ഷൻസ് ഒക്കെ നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. Thank you, sir. പാടിയതും കുറെ ഭാഗങ്ങളൊക്കെ സൂപ്പറായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി ചില Thank you, sir. ഭാഗങ്ങള്. പിന്നെ സ്വരങ്ങൾ ഇപ്പൊ തുടക്കം പാടിപ്പിച്ചു. Yes, sir. നിതപ്പ മമപ്പ ശ്രുതി ചേർന്നില്ല. അത് കഴിഞ്ഞിട്ട് വന്ന് അതും ശരിയാവാനുണ്ടായിരുന്നു. Okay, sir. അതൊക്കെയാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ബാക്കിയെല്ലാം നന്നായിരുന്നു കേട്ടോ, Thank ഉഗ്രനായിരുന്നു. you, sir. നല്ലൊരു പെർഫോമർ ആണ് എന്തായാലും. Thank you, sir. വെരി ഗുഡ്, നൈസ്. Thank you, sir. ദക്ഷകുട്ട Yes, ma'am. ഇതെന്തിനാ ഇങ്ങനെ നിക്കുന്നത്? ഇടയ്ക്ക് കാല് മടക്കി മുട്ടുമടക്കി മുറ്റത്തെ ചെറിയ ഇങ്ങനെ പോകണോ താഴേക്ക്? ഞാൻ നോക്കുമ്പോ ആളെ കാണുന്നില്ല, താഴെ എത്തി. അതറിയാണ്ട് അങ്ങനെ ആയി പോന്നോ അങ്ങനെ? എന്തായാലും നല്ല നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു മാം. അടിപൊളി. കാര്യമായിട്ട് ഇതൊക്കെ ഉള്ളൂ, ചെറിയ സ്ലിപ്പുകൾ. ആ സ്വരത്തിന്റെ ഭാഗമൊക്കെ സ്വരവും ദക്ഷകുട്ടനും തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് കുറച്ചുകൂടെ ഫ്ലോ ഒക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ച് ചില സ്ഥലങ്ങൾ ക്ലാരിറ്റിയാണ് ക്ലാരിറ്റി കുറവ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി തുടക്കത്തിലത്തെ ആ ഹമ്മിങ്, അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞു സ്വരം, പിന്നെന്തായിരുന്നു, കസവ് കൊണ്ട് ഉത്തരീയം ചുറ്റി അവിടെയൊക്കെ ചെറിയ പിച്ച് ഇഷ്യൂസ് ഒക്കെയാണ്. പിന്നെ ചോദിക്കാൻ പോയത് ബോഡി, ഈ പോസ്ചറാ. ഇങ്ങനെ പോകുമ്പോ കുറെ എനർജി ഇങ്ങനെ കയ്യിലേക്കൂടി ഇങ്ങനെ പോകുന്ന പോലെ തോന്നുന്നു. ഓക്കെ, പക്ഷെ മിടുക്കനാണ്. നല്ല നല്ല ഉഷാറുണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. ദക്ഷൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട് ദക്ഷന്. താങ്ക് യു ഓക്കെ, മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ദക്ഷ് കുട്ട. യെസ്, സർ. ധാർമ്മികന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 96.75 on 100. താങ്ക് യു, സർ. ദക്ഷ് കുട്ട
MJ ഞങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോ. അടുത്ത സ്റ്റേജ് ആണ്. അപ്പൊ നമ്മൾ ഇനിയും ഒത്തിരി ഹയസ്റ്റ് മാർക്ക് മേടിക്കാനായിട്ട് എയിം ചെയ്യണം. MJ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 110 മേടിക്കാൻ നോക്കിയാലേ നമുക്ക് 100 കിട്ടും. Yes. ഓക്കെ, Okay, ചേച്ചി. അപ്പൊ ഓൾ ദ വെരി ഇനി ബെസ്റ്റ്. ഞങ്ങൾ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും, ഓക്കെ അതെ. സർ. കൂടിക്കൊണ്ടിരിക്കും ഓരോ Okay, sir. ഓരോ ഘട്ടം കഴിയും തോറും. ഓക്കെ സർ. ഓക്കെ, ഓക്കെ സർ. മീനുട്ടി, എന്തോ ഇപ്പൊ നമ്മുടെ ദക്ഷകുട്ടൻ പാടിയില്ലേ, ആ ആ പാട്ട് ഒരു സ്വപ്നം പോലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടല്ലേ? അതെ, നമ്മുടെ ലാലേട്ടന്റെയും മുരളി സാറിന്റെയും 2 ക്യാരക്ടേഴ്സ് ചെറുപ്പകാലത്ത് ധനികരാവാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ഒരു ഫിലിമിലുള്ളത്. മൂവി. എനിക്ക് തോന്നിയത് അവർ തമ്മിലുള്ള അഡ്വഞ്ചർ അതല്ല, അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടല്ലോ, ഒരു സൗഹൃദം. അതാണ് ഇതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ Friendship അല്ലേ? ആയിട്ട് ഫ്രണ്ട്ഷിപ്പ്. ലോഹി സാറിന്റെ സ്ക്രിപ്റ്റ്, സിബി മലയിൽ സാറിന്റെ ഡയറക്ഷൻ, PK ഗോപി സാറിന്റെ വരികൾ, രവീന്ദ്ര മാഷിന്റെ സംഗീതം. ഇതൊക്കെ പോരെ എന്റെ അളിയാ. പെർഫെക്റ്റ്. ഓക്കെ, ഈ സിനിമയുടെ പേര് വളരെയധികം കണക്റ്റഡ് ആണ് ഈ കഥയായിട്ട്. ധനം. അതെ, ലൈക് നേർവഴിയിലെ അല്ലാതെ ഉണ്ടാക്കുന്ന പൈസയുടെ പ്രശ്നം അതാണ് മൂവി. ഈ സിനിമയിൽ രണ്ടുപേർക്കും നല്ല ജോലിയുള്ള ആൾക്കാരാ, പക്ഷെ അനധികൃതമായി പണം സമ്പാദിക്കാൻ പോയതാണ് അവരുടെ കുഴപ്പം. ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മധുവങ്ങളെ, എനിക്ക് അതിനെപ്പറ്റി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ മീനോട്ട അത്? നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് പുതിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഏതാ? കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇതിന് പ്രജ്വല എന്നും വേറൊരു പേരുണ്ട്. ഇവിടെ റെജ്വലിനില്ലേ? ഉണ്ട്, അതുപോലൊരു പ്രജ്വല. നമ്മുടെ നാട്ടിലെ ജോലി അന്വേഷിക്കുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ട് വലിയൊരു സഹായമാണ് ഈ പദ്ധതി. അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് അല്ലേ? ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർക്ക്, ട്രെയിനിങ്ങിന് പോകുന്നവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. പഠിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ഒക്കെ പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക് കിട്ടും. ആക്ച്വലി ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുമ്പം നമ്മൾ ആ എഴുതാൻ പോകുന്ന എക്സാമിനെ പറ്റി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലേ? യെസ്. അപേക്ഷിക്കുന്ന ക്രമത്തിനനുസരിച്ച് ആദ്യം വരുന്ന 5 ലക്ഷം പേർക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക. employment.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറിയാണ് ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. എന്തോ അച്ഛനാണ് പറയുന്നത്. യെസ്. മകളോടെന്ന പോലെ. എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും, നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാവരും അടുത്ത ജനറേഷന്റെ റെപ്രസെന്റേറ്റീവ്സ് അല്ലേ? അവരെല്ലാവരും ഈ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് രജിസ്റ്റർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് തോന്നുക. യെസ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 100% നല്ല സപ്പോർട്ടായിരിക്കും കിട്ടുക. അത് സത്യമാ മീനുട്ടി. നമുക്കിനി നമ്മുടെ സത്യത്തിലേക്ക് പോവാം. യെസ്. പാട്ട്. അടുത്ത ആളെ വിളിക്കാം നമുക്ക്. ഇനി വരാൻ പോകുന്നത് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു എനർജി കൂടുന്ന റൗണ്ടാണ്. ആര്യ ചേച്ചിയുടെ റൗണ്ടാണ്. പെർഫോമൻസ് റൗണ്ടിൽ നമ്മുടെ ജുവൽ കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജുവൽ ഓൺ സ്റ്റേജ്. ഹായ് ജുവൽ കുട്ടി. നമ്മുടെ ഇംഗ്ലീഷുകാരിയാ. ഇംഗ്ലീഷോ? എന്താ എപ്പോഴും ഇംഗ്ലീഷ് അല്ലേ കൂടുതൽ സംസാരിക്കണേ? ഇംഗ്ലീഷ്. ഇന്നിപ്പോ ഇംഗ്ലീഷിൽ എന്താ പറയാൻ പോണേ? അതെ, റൈറ്റ്. ഇംഗ്ലീഷിലല്ല പറയുന്നേ, വേറെ ഭാഷയാ? വേറെ ഭാഷയല്ല, പക്ഷെ വേറെ ഒരു സ്ലാങ് ആണ്. സ്ലാങ് ആണോ? സ്ലാങ്. MJ സാറിന്റെ സ്ഥലം തിരുവനന്തപുരം അല്ലേ? അതെ, അതെല്ലോ അല്ലേ? അപ്പൊ ഈ ഇടയ്ക്കാണ്ട് ഞാൻ ഒരാൾ പറയുന്ന കേട്ടാണ്, തിരുവനന്തപുരംകാര് ഇങ്ങനെ സംസാരിക്കുമ്പോഴാ സ്ലാങ്ങിൽ ഏറ്റവും കൂടുതൽ മ്യൂസിക് ഉള്ളത്. ഞാൻ 2 എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ ഇതാണ് മര്യാദ എന്ന് വെച്ചാല് സാധാരണയായിട്ട് പറയുന്ന ഡയലോഗ്. പഞ്ചായത്ത് മെമ്പറെ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. അപ്പൊ തിരുവനന്തപുരംകാര് പറയുന്നത്, പഞ്ചായത്ത് മെമ്പർ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. ശബ്ദത്തിൽ പോലെ സംഗീതം കണ്ടുപിടിച്ചില്ലേ? പിന്നെ വേറൊരു ഇതുണ്ട്. ഇപ്പൊ ഒരാളെ കാണുമ്പോ പേരെന്താന്ന് ചോദിക്കൂലേ? അപ്പൊ അതിന് പകരം അണ്ണന്റെ പേരെന്തിര്? ഈ പാറശാല ഭാഗത്ത് ഉള്ള ഭാഷ എന്താണ് അങ്ങനെ ചോദിക്കും. അങ്ങനെ പറയും. പിന്നെ നമ്മുടെ തൃശ്ശൂർ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട, അവിടെയാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഒരു മ്യൂസിക്കാലിറ്റി കൂടുതൽ. അടുത്ത പ്രാവശ്യം അത് ശ്രദ്ധിച്ചിട്ട് വന്ന് പറഞ്ഞ് പാടി കേൾപ്പിക്കണം. എന്തുട്ടാ പറയണേ? ട്യൂണുണ്ട് അല്ലേ? MJ സാറിന് ഞാൻ ചെറിയൊരു ചാലഞ്ച് അല്ല,
സിമ്പിൾ ആയിരിക്കും. ഉം. ഇപ്പൊ ഒരു ഡയലോഗ് പറയാ, അതിന്റെ സ്വരം എന്റെ സാറ് പറഞ്ഞേ. ഇല്ല അമ്മേ. ചലിച്ചാടോ. പക്ഷെ ഏത് ശ്രുതിയിലാ? ഏത് ശ്രുതിയിലാണ്? ശ്രുതിയിലാണെങ്കിലല്ലേ സ്വരം പറയാൻ പറ്റൂ. അതെ. ഞാനിപ്പോ പറഞ്ഞ ശ്രുതി മതിയാ. എന്റെ പേര് എടാ എന്തിനടാ ചെറിയ അണ്ണൻ 2 കേബിൾ ഇട്ടോളൂ വാ. എന്തിനടേ? ഓ, ചാൻ ചാ ചാ. അങ്ങനെയാണ് തോന്നുന്നു. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ശ്രുതിയൊന്നും ഇല്ല. ഞാന് എനിക്ക് പറഞ്ഞിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ സംസാരിക്കുന്നതിനൊക്കെ ശ്രുതി സ്വരങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ പോയാലേ ഭ്രാന്ത് പിടിക്കും. ഓക്കെ, പിന്നെ എപ്പോഴും അത് കണ്ടുപിടിക്കാനേ നടക്കൂ. അത് പോയിന്റ്. വട്ടാണല്ലേ. അതിനോട് എല്ലാരും ചോദിക്കും അതെന്താ. എന്റെ Yes, very nice. കണ്ടോ? ആൻസർ ഉണ്ട് അവിടെ. അതെ, അതെ. പെർഫോമൻസ് ചെയ്യാൻ റെഡിയായി വന്നിരിക്കുക അല്ലേ? അപ്പൊ ഒരു കിടിലം പാട്ടാണ് ഇന്ന് ജുവൽക്കുട്ടി നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്. നമ്മുടെ ലൈവ് സീൻസിലൊക്കെ പാടുമ്പോ നന്ദലാല ഹേ നന്ദലാല എന്ന് പറഞ്ഞ കിടിലോസ്കി പാട്ട് ആര് എപ്പോ എവിടുന്ന് കേട്ടാലും അപ്പൊ എഴുന്നേറ്റ് ഡാൻസ് എടുക്കുന്ന പാട്ട്. യെസ്, എനിക്ക് എപ്പോ കേട്ടാലും തുള്ളാൻ തോന്നും. അതാണ്. ഈ പാട്ടോ? അതെ. അപ്പൊ ഇന്ന് നമുക്ക് തുള്ളുമായിരിക്കും അല്ലേ? ഇതിന്റെ കിടിലം മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുരേഷ് പീറ്റർ സർ. യെസ്, ലിറിക്സ് എഴുതിയിരിക്കുന്നത് സാർ. യെസ്, പിന്നെ പാടിയത് സ്വർണലത ചേച്ചി ആൻഡ് മനോ. മനോ സർ. യെസ്, മനോ സർ. യെസ്, ഇത് മൂവി ഇൻഡിപെൻഡൻസ് പറഞ്ഞിട്ടുള്ള മൂവിയാണ് അല്ലെ? 1999. ഷോ അത് തന്നെ കറക്റ്റ്. ഇതില് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ മണിച്ചേട്ടൻ. നന്ദലാല പാടാൻ റെഡിയല്ലേ? ഓക്കെ, യു ക്യാൻ പ്രൊസീഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കല്യാൺ സാക്ലി സോനാച്ചി ഈ പോരി കോണാച്ചി. കല്യാൺ സാക്ലി സോനാച്ചി ഈ പോരി കോണാച്ചി. നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. മാരിവില്ലോ നിന്റെ വർണ്ണമാല രാധയ്ക്കു കാതുകളിൽ രാഗമാല. നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. മാരിവില്ലോ നിന്റെ വർണ്ണമാല രാധയ്ക്കു കാതുകളിൽ രാഗമാല. ആരും കാണാതെത്തുന്നു രാധ ആയർ പെണ്ണേ നീ ഒരു മായ. പയ്യനെ കറന്നു വെച്ചു പാൽക്കുടം നിറച്ചു വെച്ച് പാലാഴി തിങ്കളായി വന്ന രാധ. പാട്ടും മറന്നു വെച്ചു പട്ടുടുത്തു പൊട്ടു തൊട്ടു പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണഗാഥ. നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. ഇന്നീ കംസനെയും കൊന്നൊടുക്കി ഗരുഡ വാഹനത്തിലേറി വാ. ആരും കാണാതെത്തുന്നു രാധ ആയർ പെണ്ണേ നീ ഒരു മായ. പയ്യനെ കറന്നു വെച്ചു പാൽക്കുടം നിറച്ചു വെച്ച് പാലാഴി തിങ്കളായി വന്ന രാധ. പാട്ടും മറന്നു വെച്ചു പട്ടുടുത്തു പൊട്ടു തൊട്ടു പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണഗാഥ.
തിങ്കളായി വന്ന രാധ പാട്ടും മറന്നു വെച്ച് പട്ടുടുത്തു പൊട്ടു തൊട്ടു പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണഗാഥ നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാറിവില്ലോ നിന്റെ വർണ്ണമാല രാധയ്ക്കു കാതുകളിൽ രാഗമാല നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. കൊള്ളാം സൂപ്പർ കോറസ്. താങ്ക് യു, വെരി നൈസ്. അനൂപേട്ടാ അതെന്താ എന്താ അത്? ആ ഹമ്മിങ് ഒക്കെ എന്തായിരുന്നു? സംഗതികളുടെ പ്രളയം. ഓ ഒരു രക്ഷയില്ല. എന്റെ ഭയങ്കര ആഗ്രഹമാണ് അനുപിനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണം. ഛേ. എന്തെങ്കിലും സാധിക്കുമായിരിക്കും. ദൈവമേ അങ്ങനെ സാധിക്കട്ടെ. കല്യാൺ സാച്ചി സോനാച്ചി നീ പൊടിയുന്ന അല്ല, ഈ പൊരി. ഈ പൊരി അതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം ആ. രണ്ടർത്ഥമുണ്ട്. ഓ ഒരെണ്ണം ഇത് മറാത്തിയാണ്. അപ്പം കൊങ്കണിയല്ലേ കൊങ്കണി ഗോവൻ. പക്ഷെ എന്നോട് ജമിനായി പറഞ്ഞ മറാത്തിയാണ്. ഓ ജെമിനായി. താങ്ക് യു ജെമിനായി. ഐ മൈറ്റ് ബി റോങ്. അതിന്റെ അർത്ഥം ഈ ഗോൾഡൻ ചെയിൻ ഇട്ട സുന്ദരി പെൺകുട്ടി ആര്? ആരുടെ മകളാണ്? ആരുടെ മകളാണ്? ആരുടേതാണ്? ആരുടെ മകളാണ് ഈ ഗോൾഡൻ ഗോൾഡൻ ചെയിൻ ഇട്ട് സുന്ദരി. സുന്ദരിയായിട്ട് വരുന്നത്? അതാരാണ്? സോനാച്ചി. സോന എന്ന് പറഞ്ഞ ഗോൾഡ്. സോന സോന നീ ഒന്നാം നമ്പർ ഒരു പാട്ടില്ലേ? യെസ്. ഉണ്ട്, ഉണ്ട്. അത് സോന എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. അപ്പൊ സോനാച്ചി എന്ന് പറഞ്ഞ അതാണല്ലോ. അങ്ങനെയാണല്ലോ. പിന്നെ ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം മകള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ റിത്തമിക് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ നന്ദലാല ഹേ നന്ദലാല ഇപ്പൊ മോൾ പാടിയാലും ഞാൻ പാടിയ തമ്മിലുള്ള വ്യത്യാസം എന്താ? വാട്ട് ഇസ് ദ ബേസിക് ഡിഫറൻസ്? ഇച്ചിരൂടെ പഞ്ച് വരണ്ട സ്ഥലത്താണ് യാ ഒരു പഞ്ച് ഘോഷ്, വന്നിട്ടുള്ളത്. ഒരു ആഘോഷ്. ഇത് രണ്ടും കൂടെ ഘോഷും ആഘോഷം കൂടെ ചേരുമ്പോ എന്താവും? പാട്ടാവും. ജോഷ്. ഇല്ലേ? അപ്പൊ ജോഷ് കൂടെ അതിനോട് ചേർക്കണം. അപ്പൊ അങ്ങനെ ഒന്ന് പാടിക്കപ്പിച്ചേ. നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല ചെസ് വോയിസ്. നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാറിവില്ലോ നിന്റെ വർണ്ണമാല രാധയ്ക്കു കാതുകളിൽ രാഗമാല. ക്യാപ്റ്റൻ ഒന്ന് പാടി. യെസ്. റെഡി 1 2 3. നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാറിവില്ലോ നിന്റെ വർണ്ണമാല രാധയ്ക്കോ കാതുകളിൽ രാഗമാല നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാറിവില്ലോ നിന്റെ വർണ്ണമാല രാധയ്ക്കു കാതുകളിൽ രാഗമാല. ഇല്ലേ? അത് കുറച്ചും കൂടെ എടുത്ത് പെറുക്കി പാടണം. പഠിക്കേ. പയ്യനെ കറന്നു വെച്ചു പാൽക്കുടം നിറച്ചു വെച്ചു കറന്നു വെച്ചു പയ്യനെ കറന്നു വെച്ചു പാൽക്കുടം നിറച്ചു വെച്ചു പാലാഴി തിങ്കളായി വന്ന രാധ പാട്ടും മറന്നു വെച്ചു പട്ടുടുത്തു പൊട്ടു തൊട്ടു പത്മനാഭ പൂജ പാട്ടും മറന്നു വെച്ചു പട്ടുടുത്തു പൊട്ടു തൊട്ടു പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണഗാഥ. അങ്ങനെ വരുമ്പോഴാണ് ഈ പാട്ട് ധ്വനിക്കണേ. അല്ലെങ്കിൽ അത് കൂടുതൽ മെലോഡിയസ് ആയി പോകും. ഇന്ന് കുഞ്ഞു പാടിയാൽ എനിക്ക് തോന്നിയതാണ് മോർ ഓഫ് മെലഡി എന്ന് തോന്നി. അങ്ങനെയല്ല, മോർ ഓഫ് റിതം ആൻഡ് ജോഷ്. അതിപ്പോ ക്യാപ്റ്റൻ പാടിയില്ലേ, അതിൽ ആ ജോഷ് ഉണ്ട്, അതിൽ ഘോഷമുണ്ട്, ആഘോഷമുണ്ട്. അപ്പൊ എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ പാട്ടിന്റെ ഒരു ഫ്ലേവർ വരുന്നത്. ഓരോ പാട്ടിനും ഓരോ ഫ്ലേവർ ഇല്ലേ കുഞ്ഞെ? നമുക്ക് വേഷത്തിന്, കലയ്ക്ക് ഒക്കെ ഓരോ ഫ്ലേവർ ഉണ്ട്. അപ്പൊ അതില് ഈ പാട്ടുകൾ തമ്മിലുള്ള ജനസിന്റെ വ്യത്യാസം, ദ ഡിഫറൻസ് ഇൻ ജോൺറ, അത് നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് മൈ ഡിയർ. കേട്ടോ? അതാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ ഐ മിസ് ദിസ് എ ബിറ്റ്. മൈ ബി ഒരു 15 ഗ്രാം കൂടെ കൂട്ടിയാൽ നന്നായിരിക്കും. കേട്ടോ? ഓക്കെ. ജുവൽ കുട്ടി, എന്താ നല്ല എനർജി, നല്ല പെർഫോമൻസ്. ആ സ്റ്റെപ്സ് ആരാ പഠിപ്പിച്ചെന്ന്? അത് ഞാൻ
ഈ വിഷ്വല് കാണുമല്ലേ, ആ അപ്പൊ ഈ ഇടയ്ക്കത്തെ ഒരു സാധനം ഇട്ടില്ലേ, ആ ഇങ്ങനെ ഇത് ചെയ്തത് ആ അത് ഞാൻ വിഷ്വലിന്ന് പഠിച്ചു. പിന്നെ അതിനു മുമ്പുള്ള ഒരു അനുപല്ലവിയിലെ ഇട്ട സ്റ്റെപ്പ് അത് ഘൂമർ പാട്ടിന്ന് എടുത്തതാ. ഓ ഘൂമർ ഘൂമർ ഘൂ ആ പാട്ടോ. അല്ല പിന്നെ സംഘടോല്. ഓ ഗാഡ സംഘ ഢോൽ ബാജേ ഢോൽ ബാജേ. ആ അടിപൊളി. മിടുക്കി. അപ്പം അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു പെർഫോമൻസ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കും MJ sir പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ if I put it in another words, what I felt like saying is the gel with the orchestra. അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നിയത്. ആ ഓർക്കസ്ട്ര ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഓർക്കസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു ജെല്ല് ആവുന്നത് കുറച്ച് കുറവായിരുന്നു. പക്ഷെ എല്ലാം നന്നായി പാടുകയും ചെയ്തു. അത് കുറച്ചുകൂടെ പാട്ട് എന്താ പറയാ, പാട്ടിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്താലേ അങ്ങനെ ഒരു കാര്യം കറക്റ്റായിട്ട് നല്ലൊരു നമ്മൾ എന്താ പറയാ ഗ്രൂവില് വീഴുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഈ പസിൽസ് ഒക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ഗ്രിപ്പിൽ വീഴില്ലേ, ആ ഒരു സംഭവം. ഓക്കെ. പിന്നെ വേറെ എന്ത് തോന്നിയെന്നറിയോ, കോറസ് അവിടെ പാടുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് എനിക്ക് തോന്നി ബ്രെത്തിനൊരു പ്രശ്നം ഉള്ളപ്പം കോറസ് അവിടെ ഉണ്ടാകുമ്പോൾ യു ക്യാൻ ആക്ച്വലി മേക്ക് യൂസ് ഓഫ് ദ ടൈം എന്ന് തോന്നി, ശ്വാസം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാട്ടിലേക്കാണല്ലോ, അതിന് കുറച്ചും കൂടെ ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റും എന്ന് ചെയ്തിരുന്നു. തോന്നുന്നുണ്ട്. വിട്ടുകൊടുത്തിട്ട് ശ്വാസം എടുത്ത് പാടി ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഫസ്റ്റ് പല്ലവിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ബ്രെത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ബുദ്ധിപൂർവ്വം നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാം. ഓക്കെ. മിടുക്കിയാണ്, നല്ല കിടിലൻ പെർഫോമൻസ് ആണ്, കിടിലൻ സിംഗിങ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജുവൽക്കുട്ടി നമ്മൾ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. മീനുകൂട്ട ഒരു കമന്റ് പറയോ? ആര്യായിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ജുവൽക്കുട്ടി അപ്പൊ ജുവൽക്കുട്ടി ഓർക്കസ്ട്ര ആയിട്ട് കുറച്ചും കൂടി ശ്രദ്ധിക്കണം അടുത്ത പ്രാവശ്യം പാടുമ്പോ. ഇപ്പോഴും അതുപോലെ എന്നിട്ട് അങ്ങനെ തന്നെ നിക്കും ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ കുറെ നേരം നോക്കിക്കൊണ്ട് എന്തെങ്കിലും പറയാൻ വരുന്നതാണോ സ്റ്റാച്ചു പോലെ അങ്ങനെ തന്നെ നിക്കുവാ. ചിലപ്പോ ക്ലാസ് റൂമിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ടീച്ചർമാരെ പഠിപ്പിക്കുമ്പോ. അല്ല, അത് ജുവലിന്റെ ക്യൂരിയോസിറ്റി ആട്ടോ MJ sir. ശ്രദ്ധിക്കുന്നതാന്ന് തോന്നുന്നു. വെരി ക്യൂരിയസ്. വെരി ക്യൂരിയസ്. ഷീസ് എ വെരി ക്യൂരിയസ് പേഴ്സൺ. ഓക്കേ എന്ന് പറയും. ഞാൻ ഈ അനങ്ങിയാലേ എനിക്ക് ചിലപ്പോ പിരിയേറുവേ, അപ്പം ഇങ്ങനെ എന്നാലും ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല പിരികേറുന്ന എനിക്ക് മനസ്സിലായി, ഞാൻ ആദ്യം ചോദിച്ചില്ലേ. ജുവൽക്കുട്ടി, എന്താ സാർ? എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പെർഫോമൻസ്. ഒരു പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് നന്നായിരുന്നു. താങ്ക് യു. മൂവ്മെന്റ്സും ആ സ്റ്റെപ്സ് ഒക്കെ ചെയ്തില്ലേ, അതൊക്കെ നന്നായിരുന്നു. മൊത്തത്തിൽ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിലും ആ ഒരു പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. പക്ഷെ മ്യൂസിക്കലി നോക്കുമ്പോൾ കുറച്ച് ജോഷ് മിസ് ചെയ്തു. അതാണ് പഞ്ച് കേട്ടോ. അല്ലാതെ നോക്കുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡൊക്കെ കൊള്ളാം, നന്നായിരുന്നു. വെരി നൈസ്. ഓക്കെ. ഇഷ്ടു. അതെ, ഒത്തിരി ഇഷ്ടു. പിന്നെ അനൂപേ കലക്കി. അതെങ്ങനെയാ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഇത്തിരി ധൈര്യം വേണം. ഇതുപോലെ സംഗതികളൊക്കെ ഇത്തിരി ടഫായിട്ടുള്ള സംഗതികളാണ് ആ പാടിയത് ഫസ്റ്റ് ഹമ്മിങ്ങില്. എല്ലാരും കൂടി എന്റെ തലയിൽ കൊണ്ടുവച്ചതോ. എന്തായാലും കൊള്ളാം. അത് കൊടുക്കേണ്ട ആൾക്കാണ് കൊടുത്തത്. ഓക്കെ, വെരി ഗുഡ്. ഞാനാ കൊടുത്തേ. ആണോ? ജുവൽക്കുട്ടിക്ക് അറിയാം അനൂപേട്ടന്റെ കഴിവെന്താണെന്നല്ലേ. ഞാനിപ്പോൾ കുക്കറിന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കണേ? കുക്കറിന്നാണ് വിളിക്കുന്നത്. പണ്ട് തൊട്ട ഫ്രണ്ട്സാ. ആണോ? അത് എത്ര വർഷമായി? ഞാനൊരു ഓ അത് ശരി, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ. ആണോ? അപ്പൊ ഫ്രണ്ട്സ് ആണ് നിങ്ങള്? ഓ അത് ശരി. ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഈ കുക്കറിന്ന് വിളിക്കാൻ കാരണം എന്താ? 3 വർഷം. വെറുതെ വേറെ ഒരു പേരും കിട്ടിയില്ല. ചുമ്മാ ഒരു കുക്കറി. ഓക്കെ KUKRI. ഓക്കെ. അനൂപിന് ഇഷ്ടമാണോ ആ പേര്? എന്നെയും ഇങ്ങോട്ടാണ് വിളിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ രണ്ടും കൂടി ടാലിയായി. അതെ. അപ്പൊ എന്തായാലും കൊള്ളാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതുപോലത്തെ പാട്ടുകളൊക്കെ പാടുമ്പോൾ. ഓക്കെ. പ്രത്യേകിച്ച് ഇനി ഭാവിയിൽ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ലൈവ് ഷോസിലൊക്കെ പാടേണ്ട, ചിലപ്പോൾ ഈ പാട്ടൊക്കെ പാടേണ്ടി വരും. അടിച്ചു പൊളിച്ച് പഞ്ചിൽ പാടേണ്ടി വരും. അപ്പൊ അങ്ങനെ പഞ്ചിൽ പാടിയാൽ ആൾക്കാർ ചാടി തുള്ളു അല്ലെങ്കിൽ കയ്യൊക്കെ അടിക്കുകയോ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ജുവൽക്കുട്ടി, എന്തോ സാർ. അപ്പൊ ഇന്ന് മിസ്സായത് എന്താണ്? ജോഷ്. യെസ്, ജോഷ് കുറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് മാർക്കും കുറഞ്ഞു. എന്നാലും ആവശ്യത്തിന് മാർക്കുണ്ട്. ഓക്കെ. ഇന്ന് കിട്ടുന്ന മാർക്ക് 97.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ഇനി നമുക്ക് ആവശ്യത്തിന് മാർക്ക് പോരാ,
ഇനി മാർക്ക് അത്യാവശ്യമാണ് അല്ലേ? അത്യാവശ്യമാണ്. കാരണം അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു നമ്മുടെ ടോപ്പ് സിംഗറിൽ എല്ലാവരും. അപ്പൊ കൺഗ്രാറ്റ്സ് ജുവൽകുട്ടിയോട് Congrats പറഞ്ഞു. പറഞ്ഞില്ല. അതെ, Congratulations. അതെ ഈ ഘട്ടത്തിലേക്ക് കിടന്നതിന് അതെ. അപ്പൊ കൺഗ്രാറ്റ്സ്. പുതിയ ഘട്ടം, അഭിനന്ദനം. പുതിയ പാട്ടൊക്കെ ഘട്ടം. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. പാൽക്കുടം നിറച്ചു വെച്ച് പാലാഴി തിങ്കളായി വന്ന രാധ പാട്ടും മറന്നു വെച്ചു പട്ടുടുത്തു പൊട്ടു തൊട്ടു പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണഗാഥ. എനിക്കറിയാം ഈ സമയമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് വിഷമമായിരിക്കും അല്ലേ? കാരണം വൈൻഡപ്പ് ചെയ്യാൻ പോവാണല്ലോ. നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ആരും വിഷമിക്കേണ്ട, അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഇതേ സമയത്ത് കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.